സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് സമാപനം. വൈകുന്നേരം തിരുവനന്തപുരത്ത് നടക്കുന്ന ഘോഷയാത്രയോടുകൂടിയാണ് ഈ വർഷത്തെ ഓണാഘോഷം സമാപിക്കുന്നത്. ഘോഷയാത്ര ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാലയങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങൾ തത്സമയം അറിയാം. ഗോപിക അരവിന്ദ് ചേരുകയാണ്. ഗോപിക, ഓണം വാരാഘോഷത്തിന്റെ സമാപനം അത് വർണ്ണാഭമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തൊക്കെ പരിപാടികളാണ് ഓണം വാരാഘോഷ സമാപനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുക? ഗോപിക, കേൾക്കാമോ? കേൾക്കാം ജിൽസി. ഗോപിക, എന്തൊക്കെ പരിപാടികളാണ് ഇന്ന് ഓണം വാരാഘോഷത്തിന്റെ സമാപനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത്? ജിൽസി, അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നീണ്ടു നിൽക്കുന്ന തിരുവനന്തപുരത്തെ ഓണാഘോഷം ഇന്ന് സമാപിക്കുകയാണ്. അത് പ്രത്യേകമായിട്ട് ഇന്ന് പ്രധാന ആകർഷകമായിട്ട് മാറുന്നത് പ്രത്യേകമായിട്ട് ഘോഷയാത്ര തന്നെയാണ്. ഈ ഘോഷയാത്രയിൽ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വിളിച്ചോതുന്ന 60-ലധികം പ്ലോട്ടുകൾ ടാഗോർ തിയേറ്ററിൽ അണിനിരക്കുകയാണ്. അതിന്റെ അവസാനഘട്ട തയ്യാറെടുപ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളുടെയും വികസന പ്രവർത്തനങ്ങൾ വിളിച്ചോതുന്ന പലതരത്തിലുള്ള പ്ലോട്ടുകൾ ഇവിടെ ടാഗോർ തിയേറ്ററിലെ അവസാനഘട്ട മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിന്റെ വ്യക്തിയോട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ചേട്ടാ, ഇപ്പോൾ തുടർച്ചയായിട്ട് 2ാമത്തെ വർഷമാണ് ഇതേ പ്ലോട്ട് വരുന്നത്. ഇതിന് തന്നെയാണ് കഴിഞ്ഞ വർഷവും സമ്മാനം ലഭിച്ചിരുന്നത്. അപ്പോൾ ഈ വർഷവും സമ്മാനം അടിക്കുമെന്നാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. ഇപ്പോ എത്ര പ്ലോട്ടുകളാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ ഞങ്ങൾ തന്നെ ഒരു 11 പ്ലോട്ടോളം ചെയ്യുന്നുണ്ട്. ഇതിപ്പോ എത്ര ദിവസമായി ഒരുക്കങ്ങളൊക്കെ? ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ചയായി. ഇതിന്റെ ഇപ്പൊ പൂർണ്ണമായിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പൊ എത്ര നേരത്തോടു കൂടി തീരും? വൈകുന്നേരത്തോടു കൂടി ഇപ്പൊ 3 മണിക്കാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന അതുവരെ പണി ഉണ്ടാകും. എല്ലാ വർഷവും അങ്ങനെയാണ്. പിന്നെ ഏറ്റവും വലിയ ഈ വർഷത്തെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മഴ. കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര ഈ സമയത്തൊക്കെ മഴയും പ്രശ്നമായിട്ടൊക്കെ ആയിരുന്നു. ഇത്തവണ അതൊരു ദൈവാനുഗ്രഹം എന്ന് പറയാം. എല്ലാവരെയും അതൊരു എളുപ്പത്തിന്, കാരണം ഇത് വർക്ക് തുടങ്ങിയതേ ലേറ്റാണ്. അപ്പോൾ പെട്ടെന്ന് തീർക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ചലഞ്ചിങ് ആണ്. എല്ലാ ആൾക്കാരും മിക്കവാറും ഓണം കഴിഞ്ഞിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ലോറി ആയാലും അതൊക്കെ ലേറ്റായിട്ട് കിട്ടത്തുള്ളൂ. അത് ജിൽസി, ഇവരെല്ലാവരും അവസാന നിമിഷ ഒരുക്കങ്ങളിലാണ്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ അവസാനം വിട്ട മിനുക്കുപണികളിലാണ് എല്ലാവരും. പ്രത്യേകിച്ച് ഇത് സർക്കാരിന്റെ പ്ലോട്ടുകളായിരുന്നു. ഇത് വർണ്ണാഭമായി തന്നെ കൊണ്ടുപോകേണ്ടത് സർക്കാരിന്റെ കൂടി ഒരു ആവശ്യമാണ്. എല്ലാവിധ വകുപ്പുകളുടെയും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് ഫിഷറീസ് വകുപ്പിന്റെ പ്ലോട്ടാണ്. അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്ലോട്ടുകൾ, മാലിന്യം സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്ലോട്ടുകൾ, വിവിധ തരത്തിലുള്ള പ്ലോട്ടുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഓണം വാരാഘോഷം കളറാക്കാനുള്ള ഒരുക്കത്തിലാണ് തിരുവനന്തപുരം നഗരം. അവിടെ നിന്നുള്ള വ്യത്യസ്തമായ വർണ്ണാഭമായ കാഴ്ചകൾ നമുക്ക് വരും മണിക്കൂറുകളിൽ കാണാം.